നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടദേവനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ 12 ഭാവങ്ങൾ, ഒരു ദിവസം തന്നെ 12 ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഈ സമയത്തൊക്കെ പ്രാർത്ഥിച്ചാൽ ഇപ്രകാരമാണ് ഫലം ലഭിക്കുക. നിർമാല്യനേരം വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത്. ദർശനം നടത്തിയാൽ മഹാപാപനാശമാണ് ഫലം ലഭിക്കുക. അടുത്തത് തൈലാഭിഷേകം. ഈ സമയത്ത് വാതരോഗ വിഘ്നനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. മൂന്നാമത്തേത് വാഗച്ചാർത്ത്. ഈ സമയത്ത് ഗോകുലനാഥനാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ഗുരുവായൂരപ്പൻ. ഉണ്ണിക്കണ്ണനാണ്. ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം. പാൽ മുതലായ അഭിഷേക സമയത്ത് യശോദ ബാലനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക സമയത്ത് ഭഗവാന്റെ ദർശനം. ഉച്ച സമയത്ത് സർവാലങ്കാര ഭൂഷനാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. സന്ധ്യാസമയത്ത് സർവമംഗള ദായകനാണ് ഗുരുവായൂരപ്പൻ. 10ാമത് മോഹനരൂപനാണ്. ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത്. അത്താഴ പൂജയ്ക്ക് വൃന്ദാവന ചരനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. 12ാമത് തൃപ്പുക സമയത്ത് അനന്തശയനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഇങ്ങനെയാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. ഒരു ദിവസം തന്നെ 12 ഭാവങ്ങളിൽ ഗുരുവായൂരപ്പ ഭഗവാൻ ദർശനം നൽകുന്നുണ്ട്. ഏതൊരു പ്രശ്നത്തെയും, ഏതൊരു കാര്യത്തെയും, ഏതൊരു പ്രതിസന്ധിയിലും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം അച്ചട്ടായിരിക്കും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഓം നമോ നാരായണായ എന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും സർവ ഐശ്വര്യവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.